ശബരിമല സ്ത്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പങ്ങളുമായി ബന്ധപ്പെട്ട സ്വർണ്ണക്കൊള്ള കേസിൽ കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച് നടത്തിയ നിരീക്ഷണങ്ങൾ കേസിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുക മാത്രമല്ല, സംസ്ഥാനത്തെ ഭരണ രാഷ്ട്രീയ തലങ്ങളിലെ ഉന്നത വ്യക്തികളെയും പ്രതിക്കൂട്ടിലാക്കുകയും ചെയ്തിരിക്കുന്നു. ലക്ഷക്കണക്കിന് ഭക്തരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന ഈ കവർച്ച കേവലം ഒരു മോഷണ കേസായി ഒതുങ്ങുന്നതിനപ്പുറം തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പോലുള്ള ഭരണ സ്ഥാപനങ്ങളിലെ ഭരണപരമായ വീഴ്ചകളിലേക്കും അധികാര ദുർവിനിയോഗങ്ങളിലേക്കും വിരൽ ചൂണ്ടുന്നു. ജസ്റ്റിസ് എ ബദറുദ്ദീൻ അധ്യക്ഷനായ ദേവസ്വം ബെഞ്ചിന്റെ നിരീക്ഷണങ്ങൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ വ്യക്തമായ ഒരു ദിശാബോധം നൽകുന്നു. നിലവിൽ പ്രതിചേർക്കപ്പെട്ട വ്യക്തികൾക്കപ്പുറം ഈ കുറ്റകൃത്യത്തിന് പിന്നിൽ ദേവസ്വം ബോർഡിലെ ഉന്നതർക്ക് നേരിട്ട് പങ്കുണ്ടെന്ന കോടതിയുടെ നിഗമനം അതീവ ഗൗരവകരമാണ്. കോടതിയുടെ പ്രധാന നിരീക്ഷണങ്ങൾ നിരവധിയാണ്. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തു കൊണ്ടുപോകണമെങ്കിൽ അത് ദേവസ്വം ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെയോ ഭരണാധികാരികളുടെ അറിവോ ഒത്താശയോ പങ്കാളിത്തമോ ഇല്ലാതെ അസാധ്യമാണ്. ഒരു പൊതു ആരാധനാലയത്തിലെ പ്രധാനപ്പെട്ട ആസ്തിയിൽ കൃത്രിമം കാണിക്കാൻ അത്രയധികം അധികാര സ്വാധീനം ആവശ്യമാണ്. പ്രധാന പ്രതിയായ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല സന്നിധാനത്ത് വലിയ പ്രഭാവ വലയത്തിലും അനിയന്ത്രിതമായ സ്വാതന്ത്ര്യത്തിലുമാണ് വിലസിയതെന്ന് കോടതി നിരീക്ഷിച്ചു. ഒരു സാധാരണ ജീവനക്കാരൻ ഒരിക്കലും ലഭിക്കാൻ സാധ്യതയില്ലാത്ത ഈ അധികാരമാണ് പോറ്റിക്ക് ഒരുക്കി കൊടുത്തത് എന്നതിലേക്ക് അന്വേഷണം നീങ്ങണം. ലക്ഷക്കണക്കിന് വിശ്വാസികളുള്ള ശബരിമല പോലുള്ള ഒരു പ്രധാന ക്ഷേത്രത്തിൽ നിന്നും ഇത്രയും വലിയ സ്വർണ്ണക്കൊള്ള നടത്താൻ പോറ്റിയെ പോലെ ഒരാൾക്ക് വലിയ വൻ തോക്കുകളുടെ പിന്തുണ ഇല്ലാതെ സാധ്യമല്ല.